കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും എന്നുള്ളതാണ്. പ്രയോജനം ഈ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം എന്ന് പറയുന്നത് ദാവീദ് ഗൃഹത്തിന്മേലുള്ളവരുടെയും യെരൂശലേം നിവാസികളുടെ മേലുള്ളവരുടെയും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരമാണ്. പ്രയോജനം ഇപ്പം പാപപരിഹാരത്തിനായി തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉറവ്, പ്രയോജനം തുറന്നിരിക്കുന്ന ഒരു ഉറവ് എന്ന് പറയുന്നത് ഇത് ഇമ്മാനുവേലാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും നമുക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന അവന്റെ രക്തത്തിന്റെ ഉറവാകുന്നു എന്ന് നമുക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളും എല്ലാം കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങി വരുന്ന രക്തത്തിന്റെ ഉറവിലൂടെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയും. സക്രിയ പ്രവാചകൻ ഈ പുസ്തകം എഴുതുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഇതിന്റെ എഴുതിയ കാലഘട്ടം BC 480 യെരൂശലേമിൽ വെച്ച് ഈ പുസ്തകം എഴുതിയെന്നാണ് വേദ പഠനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പൊ ഇതിന്റെ കാലപരിധി ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. BC 520 തൊട്ട് BC 480 വരെയുള്ള 40 വർഷത്തെ ചരിത്രമാണ്. പ്രവാചകൻ പറയുന്നത് മശികയിലുള്ള ഭാവി വിടുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് യഹൂദ ജനത്തിന് പ്രത്യാശ നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ദൂതും കൂടെയാണ് പ്രവാചകൻ നൽകി തരുന്നത്. അപ്പൊ ഇത് യെരൂശലേം നിവാസികൾക്കും ദാവീദ് ഗൃഹത്തിനും എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിലുള്ള സകല ജനത്തിന്റെയും പാപപരിഹാരത്തിനും മാലിന്യത്തിന്റെ പരിഹാരം ഒതുക്കി അവരെ വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു ഉറവുകൾക്കും കഴിയില്ലെന്നാണ്. ഭൂമിയിൽ അനവധി നീരുറവുകളുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള ഒരു നീരുറവ് കൊണ്ടും മനുഷ്യന്റെ മാലിന്യത്തിന്റെയും പാപത്തിന്റെയും അഴുക്ക് കഴുകിക്കളയാൻ കഴിയില്ല. എന്നാൽ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ യേശുവിന്റെ രക്തത്തിന് മാത്രമേ മനുഷ്യന്റെ അല്ലെങ്കിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം ആ രക്തത്തിലൂടെ മാത്രമേ കഴുകി ശുദ്ധിക്കാൻ കഴിയുള്ളൂ. ഇവിടെ അല്ലാതെ കാളയെ വെട്ടിയതുകൊണ്ടോ കോഴിയെ വെട്ടിയതോ ആടിനെ വെട്ടിയതുകൊണ്ടോ പോത്തിനെ വെട്ടിയതുകൊണ്ടോ നിങ്ങൾ ആരുടെയെല്ലാം രക്തം ചൊരിയിച്ചാലും മനുഷ്യനെ ഗുരുതി കൊടുത്തതുകൊണ്ടോ മനുഷ്യന്റെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം ഉണ്ടാകില്ല. ഇത് വേദപുസ്തകം സത്യമായി പറഞ്ഞ കാര്യം. ഇനി നിങ്ങളതിനെ എന്തുമാത്രം എതിർത്ത് പ്രസംഗിച്ചാലും എതിർത്താലും എന്തെല്ലാം വാദപ്രതിവാദമായിട്ട് വന്നാലും മുമ്പ് വന്നിട്ടുള്ളവരെല്ലാം പരാജയപ്പെട്ടതുപോലെ നിങ്ങളും പരാജിതനായി മാറും. അല്ലെങ്കിൽ വേദപുസ്തകത്തെ മാറ്റാനും മാറ്റി എഴുതുവാനും ഒന്നും ഉലകത്തിൽ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഇത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപപരിഹാരത്തിനുള്ള അവന്റെ ശരീരം തുളയ്ക്കപ്പെട്ട ഉറവ്, ആ ഉറവിലൂടെ ഒഴുകി വന്ന രക്തത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ വായന തങ്ങളുടെ പാപത്തെയോട് അനുദപിക്കുന്ന ജനത്തിന് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം ലഭിക്കുന്നു എന്ന് ഈ 1-ാം വാക്യത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പുതിയ നിയമത്തിൽ 2 വലിയ അടിസ്ഥാന ഉപദേശങ്ങളായ നീതീകരണവും ശുദ്ധീകരണവും ഈ വാക്യത്തിൽ പ്രകടമാണ്. ഹല്ലേലൂയ. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തം മൂലമാണെങ്കിൽ അവൻ ശുദ്ധീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപ മൂലമാണ് എന്ന പ്രവാചകന്റെ എഴുത്തിലൂടെ ചില വേദവ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ക്രിസ്തുവിന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറന്നപ്പോൾ പുറപ്പെട്ട രക്തവും ജലവും, ഹല്ലേലൂയ, ആ ജലവും മൂലം ഈ 2 സാധ്യതകളും നീതീകരണവും ശുദ്ധീകരണവും നടന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ അവന്റെ വിലാപ്പുറത്ത് ഒഴുകിയ രക്തം, ആ രക്തം നമ്മുടെ നീതീകരണത്തിന് ശുദ്ധീകരണത്തിന് കാരണമായി. അതിനപ്പുറത്ത് എന്ത് ശുദ്ധീകരണമാണുള്ളത്?
അതിനപ്പുറത്ത് എന്ത് ശുദ്ധീകരണം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, അല്ലേ, പാപത്തിന്റെ മാലിന്യത്തിന്റെ പരിഹാരത്തിന് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തത്തിന് മാത്രമേ കഴിയൂ. അല്ലേ, ഇവിടെ വചനം അതാണ് പറയുന്നത്. അല്ലേ, ഇപ്പൊ ഇവിടെ നീതി, അല്ലേ, ഇവിടെ വചനം പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 19-ാം അധ്യായം, അല്ലേ, അതിന്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, സ്തോത്രം, അല്ലേ, സ്തോത്രം എഴുതി വെച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടി മനുഷ്യൻ ലഭിച്ച വിടുതലിനെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. അല്ലയ്യ, മനുഷ്യൻ ലഭിച്ച വിടുതലിനെ കുറിച്ച് ആ ഭാഗത്ത് നമുക്ക് ശക്തമായിട്ട് കാണാൻ കഴിയും. അത് യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ മനുഷ്യന് ശുദ്ധീകരണം ഉണ്ടാകുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തുക. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലരിയ, എങ്കിലും പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട്, അല്ലരിയ, സ്തോത്രം, അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യം ആകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അറിയുന്നു. അല്ലേലിയ. ഇത് മറച്ചു വെക്കുന്ന കാര്യങ്ങളോ ഒളിച്ചു വെച്ച് പറയുന്ന കാര്യങ്ങളുമല്ല. അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം ലോകം അംഗീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം 21-ാം അധ്യായം 21 പ്രകാരം തൂങ്ങി മരിച്ചവന്റെ ശരീരം അന്ന് തന്നെ നീക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് പീലാത്തോസിനോട് യോസെഫ് അതിന് അനുവാദം ചോദിച്ചു. അല്ലരിയ, അടിമകളുടെ കാൽ ഒടിക്കുമായിരുന്ന കാലഘട്ടത്തിൽ വലിയ ഗതയോ ചുറ്റികയോ കൊണ്ട് അവരുടെ കാൽ ഒടിച്ചിരുന്നു. അല്ലരിയ, അപ്പോൾ ക്രൂശീകരണം എന്ന അതിക്രൂര ശിക്ഷാക്രമം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈന്റെ കാലത്താണ് നിർത്തിയതെങ്കിലും ഈ കാലഘട്ടത്തിൽ, അല്ലരിയ, കർത്താവായ യേശുവിന്റെ ക്രൂശീകരണ കാലഘട്ടത്തിൽ മരിച്ചവന്റെ ശരീരം ക്രൂശിന്മേൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി അവർ മരിച്ചിട്ട് അവരുടെ കാലുകൾ ഒടിച്ചെടുക്കണമെന്ന് അന്നത്തെ പ്രമാണം അനുസരിച്ച് യേശുവിന്റെ അരികിൽ വന്നപ്പോൾ യേശുവിന്റെ കാലുകൾ ഒടിക്കേണ്ടി വന്നില്ല, അവൻ ക്രൂശിൽ മരിച്ചിരുന്നു. അല്ലേറിയ. അതുകൊണ്ട് നമ്മൾ വചനം അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല എന്ന് നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്നുണ്ട്. അല്ലേറിയ. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ഇന്ന് ലോകം മുഴുവൻ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ടു വലിയ വലിയ യാഗങ്ങളും വഴിപാടുകളും ഹോമങ്ങളും ഒക്കെ ചെയ്ത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടും, അല്ലേറിയ, മനുഷ്യന്റെ പാപത്തിനൊരു പരിഹാരവുമില്ല. പാപത്തിന് പരിഹാരമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ മനുഷ്യൻ എത്ര സ്വസ്ഥമായി ജീവിച്ചേനെ. ഇന്ന് മനുഷ്യന് സ്വസ്ഥതയില്ല, സന്തോഷമില്ല, സമാധാനമില്ല. കുടുംബത്തിൽ പോലും മാതാപിതാക്കൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. സ്വന്തം ഭാര്യയെ, ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഭർത്താവിന്റെ ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് അവർ മാരകായുധം എടുത്ത് ഒന്നീ ഭർത്താവിന്റെ തല അടിച്ചു ചിതറിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ തല അടിച്ചു ചിതറിക്കും. മക്കൾ അപ്പനെയും അമ്മയും കൊന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അണികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തല ശിരച്ഛേദം ചെയ്യുന്നു. അധികാരികൾ രാഷ്ട്രങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി അണുവായുധങ്ങളൊക്കെ ഉണ്ടാക്കി പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എവിടെയാണ് ഈ പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത്? മനുഷ്യൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് പാപപരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പല മാർഗങ്ങളും ചെയ്യുക. പക്ഷെ നീ ചെയ്യുന്ന ക്രൂരതയ്ക്കും അതിക്രൂരമായ പ്രവൃത്തിക്ക്, നീ ചെയ്തു വെച്ച പാപത്തിനും മാലിന്യത്തിനും പരിഹാരം നിന്റെ യാതൊരു പ്രവൃത്തി കൊണ്ട് സാധ്യമല്ലെന്ന് അല്ലേറിയ വേദപുസ്തകം പഠിപ്പിക്കുക. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക്, നിങ്ങൾ ചെയ്തു വെച്ച പാപങ്ങൾക്ക്, നിങ്ങളുടെ സമശിഷ്ടങ്ങളോട്, ബന്ധുക്കളോട്, നിങ്ങളുടെ സഹചാരികളോട്, നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിന്റെ സഭയോട്, ദൈവദാസന്മാരോട്, നിന്റെ സഹോദരങ്ങളോട് നീ ചെയ്തു കൂട്ടിയ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി നീ ചെയ്തു വെക്കുന്ന എല്ലാ ക്രിയകളും പരാജയപ്പെട്ടു പോകും. അല്ലേലിയ. എന്നാൽ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലുമുള്ള പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ് തുറന്നിരിക്കുന്നുവെന്ന് സക്രിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട അവന്റെ രക്തത്തിന്റെ ഉറവിനെ കുറിച്ചാണ്. അതുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിന് ഏക മാർഗം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത വേറെ ശുദ്ധീകരണമില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ BC 480 പ്രവാചകൻ ഈ വചനം രേഖപ്പെടുത്തുക.
അല്ലെങ്കിൽ BC 520 മുതൽ 480 വരെയുള്ള 40 വർഷത്തെ കാലയളവിൽ മശിഹായിലൂടെ ജനത്തിന് വരുവാൻ പോകുന്ന ഭാവി മഹത്വത്തെക്കുറിച്ച് പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിട്ടും അന്ന് നിന്റെ കണ്ണു തുറക്ക നീ വായിച്ചിട്ടും ദൈവവചന മെസ്സേജിലൂടെ നീ കേട്ടിട്ടും ഇന്നും പാപത്തിന്റെയും മാലിന്യത്തിനും പരിഹാരത്തിന് വേണ്ടി നീ ക്രിസ്തുവിനെ ആശ്രയിക്കാതെ, അല്ലേ, ആ ക്രൂശിലെ നിനക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ സന്നിധിക്ക് കടന്നു വരാതെ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓടുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം ലോകത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുകയില്ല. അത് ലഭിക്കണമെങ്കിൽ യേശുവിലേക്ക് വരണം. പ്രൈസലോ. അപ്പൊ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു ഉറവ് കാൽവർ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക. പ്രൈസലോ. അവന്റെ വിലാപ്പുറം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അല്ലേറിയ. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ കൈകളിലേക്ക് നിങ്ങൾ നോക്കുക. അവന്റെ കൈകളിലേക്ക് നോക്കണം. ആമേൻ. നമുക്ക് വേണ്ടി ആണികളാൽ തുളയ്ക്കപ്പെട്ട അവന്റെ കരത്തിൽ നിന്നും രക്തം നീരുറവ പോലെ ഒഴുകിയിറങ്ങുകയാണ്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ 2 കരങ്ങളിൽ കാരിരുമ്പാണി അടിച്ചിറങ്ങി. കാരിരുമ്പാണി അവന്റെ കരങ്ങളിൽ അടിച്ചിറങ്ങിയപ്പോൾ അവന്റെ 2 കരങ്ങളിൽ രക്തത്തിന്റെ ഉറവ് ഒഴുകിയിറങ്ങുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല അവന്റെ കാലുകളിലേക്ക് നിങ്ങൾ നോക്കുക. അവന്റെ കാലുകളിലും വലിയ കാരിരുമ്പാണി അടിച്ചിറക്കി കഴിയുമ്പോൾ അവന്റെ കാലുകളിൽ നിന്നും രക്തത്തിന്റെ ഉറവ് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ ശിരസിലേക്ക് നോക്കുക. അവന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ ആ മുൾക്കിരീടം അടിച്ചിറങ്ങി എല്ലാ ഭാഗത്തു നിന്നും രക്തം ധാരധാരികമായി ഒഴുകിയിറങ്ങുന്നു, വലിയ ഉറവ് പോലെ. അവസാനം പടയാളികൾ അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു, വെള്ളവും രക്തവും പുറപ്പെട്ടു. ഈ ഉറവയ്ക്കും മാത്രമേ നിന്റെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം വരുത്താൻ കഴിയുള്ളൂ. അല്ലാതെ നീ എന്തെല്ലാം യാഗങ്ങളും വഴിപാടുകളും എന്തെല്ലാം തീർത്ഥാടനങ്ങൾ നടത്തിയാലും, മലകൾ കയറിയാലും ഇറങ്ങിയാലും, നേർച്ച കാഴ്ചകൾ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, ആമേ ശുദ്ധീകരണത്തിന് വേണ്ടി വലിയ വലിയ നദികളിൽ മുങ്ങിയാലും, യോർദാനിൽ പോയി കുളിച്ചാലും, നിന്റെ പാപത്തിന് പരിഹാരം വരത്തില്ല. പാപപരിഹാരം യേശുക്രിസ്തുവിൽ മാത്രം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ ഈ തിരുവെഴുത്ത് എഴുതി വെച്ച് ആമേൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഈ സത്യവേദ പുസ്തകത്തെ നമ്മുടെ കരങ്ങൾ ഏൽപ്പിച്ചിട്ടും അത് വിളിച്ചു പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു ആ വിശ്വാസികളെ മനസ്സ് കുരുടാക്കി എന്ന് 2 കൊരിന്ത്യർ അങ്ങനെ 4:4 വായിക്കുന്നുണ്ട്. ചില ആളുകൾ ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്ന ആ സാത്താനായിട്ടല്ല ചിന്തിക്കുന്നത്, അവരുടെ ഏതോ ദൈവമായിട്ടാണ്. ഞങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനെ കുറിച്ചാണ്. അപ്പൊ ഈ സത്യം വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ അവിശ്വാസികളെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ട് ഇന്നും പലർക്കും അറിയില്ല പാപപരിഹാരം, പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം യേശുവിന്റെ ക്രൂശിലൂടെ ഒഴുകി വന്ന രക്തത്തിന് മാത്രമേ കഴിയുള്ളത്. പലരും വിശ്വസിക്കാതെ പലരും തങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ദൈവവചനം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ സ്വന്തത്തിൽ നിന്നോ, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ, ഞങ്ങളുടെ കഴിവുകൊണ്ടോ, ഞങ്ങളുടെ പണം കൊണ്ടോ, പ്രതാപം കൊണ്ടോ, ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സങ്കല്പങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നും അല്ല ഞങ്ങൾ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ പറയുന്നത് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഒരുവനെ ഭൂമിയിലേക്ക് വന്നതേക്ക് 2025 വർഷം മുമ്പ്, ഹല്ലേലൂയ, ആമി 33 തിരുവിശേഷിയുടെ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഹന്നാസ്നാപകനെ സ്നാനമേറ്റ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 നാൾ കഴിഞ്ഞ് പിശാച് യേശുവിനെ പരീക്ഷിച്ച് 3 പരീക്ഷകൾ യേശു അതിശക്തമായി ജയിച്ച് 3.5 വർഷത്തെ തന്റെ പരശുശ്രൂഷയിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ഞങ്ങൾ കണ്ണാലെ ഞങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ഞങ്ങൾ കണ്ണാലെ ആത്മാവിൽ കാണുകയാണ്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ട എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് സംഗീതക്കാരൻ 119:18 എഴുതി വെച്ചിരിക്കുന്ന പോലെ പുതിയ നിയമത്തുള്ള ബന്ധത്തിൽ അവന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലയളവിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടന്ന ശുശ്രൂഷകളുടെ ആ അനുഭവത്തെ ഞങ്ങളുടെ ആത്മീയ കണ്ണ് തുറന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൊ ഞങ്ങൾക്ക് ലഭിക്കുന്ന വെളിപ്പാടുകളും ദർശനങ്ങളുമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്, ഞങ്ങളുടെ സങ്കല്പങ്ങളല്ല കേട്ടോ. അതുകൊണ്ട് സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വചനം എന്താണ്? അന്നാളി ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഉറവ് തുറന്നിരിക്കും.
കഴിഞ്ഞ 2025 വർഷമായിട്ട് ഈ ഉറവ് തുറന്നിരിക്കുകയാണ്. ഈ ഉറവിനെ കുറിച്ച് ദൈവസഭ വിളിച്ചു പറയുകയാണ്. ഇത് വിളിച്ചു പറഞ്ഞിട്ട് മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടം ജനം ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്നത്? ക്രൈസ്തവ പ്രസംഗിക്കുന്ന യേശുവിനെ, ക്രൈസ്തവർ പറയുന്ന സുവിശേഷത്തെ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു? നിങ്ങൾ പരാജയപ്പെട്ടു പോയത് കൊണ്ടല്ലേ നിങ്ങൾ എതിർക്കുന്നത്? ഞങ്ങൾ പറയുന്ന സത്യത്തെ, ഞങ്ങൾ പറയുന്ന സത്യമായ ക്രിസ്തുവിനെ, സത്യത്തിന്റെ വചനത്തെ ഞങ്ങൾ യാതൊരു മറയും കൂടാതെ വിളിച്ചു പറയുമ്പോൾ ഈ സത്യത്തോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്, ഈ സത്യത്തെ നിങ്ങൾക്ക് തിരസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ, നിങ്ങൾ പരാജയ ഭീതി ഏറ്റുവാങ്ങിയത് കൊണ്ടല്ലേ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നിങ്ങൾ നിൽക്കുന്നത്? അത് നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ പറ്റും. ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പരാജയം നിങ്ങൾ വിളിച്ചു കാണിക്കുക. അപ്പം പ്രവാചകൻ പറഞ്ഞത്, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ള ഓരോ നദികൾക്കും പുണ്യനദികൾക്കും അത് ശുദ്ധീകരിച്ച് നൽകാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലെ ഓരോ ആടുമാട് കന്നുകാലികളുടെ പക്ഷിപർവ്വജാതികളുടെ മനുഷ്യന്റെ രക്തം കൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരമില്ല. നിന്റെ പാപത്തിന്റെ ഏക പരിഹാരം യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അവന്റെ തലയിൽ മുൾക്കിരീടം, ആ മുൾക്കിരീടന്റെ കൈകാലിലെ കാലിലും പാടെ വിലാപ്പുറം തുറന്ന് ആമി കുത്തിയപ്പോൾ അവിടെ ഒന്ന് ഒഴുകിയിറങ്ങിയ രക്തത്തിന്റെ നീരുറവയിലൂടെ മാത്രമേ നിനക്ക് ശുദ്ധീകരണമുള്ളൂ. രക്തം ചെയ്യും. വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇത് കയറുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ഇനി എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇവിടെ 2 കാര്യങ്ങൾ അല്ലെ ഒരേ ഉറവിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. ഒന്നാം വാക്യത്തിൽ ദാവീദ് ഗൃഹത്തിന്മേലും നിവാസികളുടെ മേലും എന്ന് പറയുന്നതിനാൽ ഈ ഉറവിൽ നിന്നുള്ള പ്രയോജനം രാജകീയ കുടുംബങ്ങൾക്കും മറ്റെല്ലാ ഗോത്രങ്ങൾക്കും ഒന്നുപോലെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തം മൂലമുള്ള ശുദ്ധീകരണം സകല മാനവരാശിക്കും. ഒന്നാമത് രാജകീയ കുടുംബത്തിന്മേലുള്ളവരുടെ, ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളിലുള്ള രാജകീയ കുടുംബത്തിന്മേലുള്ള ശുദ്ധീകരണത്തിന്, പാപത്തിന്റെ മാലിന്യത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ, പ്രവാചകൻ പറയുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തിലുള്ള സകല മാനവജാതിയുടെയും പാപത്തിന്റെ കറകളെ കഴുകുവാൻ ഈ ക്രൂശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഉറവിലെ രക്തത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. സകല മാനവരാശിയും പാപത്തിൽ വരികയായ യേശുവ രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാ, പാപം നിന്റെ മേൽ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, മാലിന്യം നിന്റെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, നിന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? സന്തോഷം നഷ്ടപ്പെട്ടില്ലേ? സ്നേഹം നഷ്ടപ്പെട്ടില്ലേ? നിന്റെ കുടുംബത്തിന് അലമുറയിട്ട് കരയുന്ന അനുഭവമല്ലേ? സങ്കടമല്ലേ? കണ്ണുനീരല്ലേ? മഹാവ്യാധി കൊണ്ട് നിന്റെ കുടുംബം വലയുമല്ലേ? സമാധാന സ്വസ്ഥതയില്ലാതെ നാളുകളായി നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയില്ലാതെ നീ നാളുകളായി നിന്റെ കുടുംബത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പല മാർഗങ്ങളും നീ ഉപയോഗിച്ചിട്ടും അതിലൊന്നും ഒരു മറുപടി കാണാതെ നിരാശപ്പെട്ടിരിക്കുകയല്ലേ ശ്രോതാവേദി? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ മടങ്ങി വാ. നീ മടങ്ങി വന്ന് നിന്റെ കുടുംബത്തിന്റെ ശുദ്ധീകരണം, നിന്റെ ജീവിതത്തിന്റെ ശുദ്ധീകരണം, നിന്റെ ജീവിതത്തിന്റെ പാപത്തിലെ, നിന്റെ കുടുംബത്തിന്റെ മാലിന്യത്തെ, നിന്റെ തലമുറയുടെ മാലിന്യത്തെ നീക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ഉറവുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്തിന്റെ ഉറവ് മാത്രമാണ്. അവന്റെ രക്തത്തിന് മാത്രമേ നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ ശാപം മാറ്റുവാൻ, കുടുംബത്തിന്റെ മാലിന്യം മാറ്റുവാൻ, നിന്നെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, നിന്നെ നീതീകരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ കൈകാലുകളിലേക്ക് നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ സ്തോത്രം, ഹല്ലേലൂയ, തോമസിനോട് യേശു പറഞ്ഞൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തോമസിനോട് യേശു പറഞ്ഞതാണ്. അപ്പൊ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കണ്ട ആളുകളും അവന്റെ ശിഷ്യന്മാരെയും ഒക്കെ തോമസിനോട് പറഞ്ഞു. തോമസിന് ഒരു വിശ്വാസക്കുറവ്. അപ്പൊ തോമസ് പറഞ്ഞു, ഞാൻ അവനെ കണ്ട് അവന്റെ വിലാപ്പുറത്ത് കൈയിട്ട് അവന്റെ ആണിപ്പുറത്തുള്ള കരങ്ങൾ വിരലിട്ടിട്ട് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞ് തോമാസിന്റെ അവിശ്വാസത്തോടുകൂടി ഇരിക്കുമ്പോഴാണ്
യേശു ഒരിക്കൽ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 20-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 26 തൊട്ട് വാക്യം കാണുന്നുണ്ട്. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസ് ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവനോട് നീ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ച് ഭാഗ്യവാന്മാർ. അത് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തു ഭാഗത്ത് തന്റെ സഭയ്ക്ക് വേണ്ടി തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കാൻ തുടങ്ങിയിട്ട് 2025 വർഷമായി. ഈ 2025 വർഷമായിട്ടും യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിളിച്ചു പറഞ്ഞിട്ടും തോമസിനെ പോലെ നിനക്ക് വിശ്വസിക്കാൻ നീ അവിശ്വാസിയായിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അവിശ്വാസത്തെ മാറ്റണം. വേദപുസ്തകം വായിക്കുക. സത്യം എന്ന് പറയുന്നത് വേദപുസ്തകമാണ്. അതിനാണ് വേദപുസ്തകം സത്യവേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അത് കള്ളത്തരമില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിന്റെ പേര് സത്യവേദപുസ്തകം. അതിനകത്ത് മറ്റൊന്നും ആരും എഴുതി ചേർത്തിട്ടില്ല, ആർക്കും എഴുതി ചേർക്കാൻ പറ്റത്തില്ല. സത്യവേദപുസ്തകം ഒഴിച്ച് മറ്റനവധി പുസ്തകങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. വേദപുസ്തകത്തോട് കിടപിടിക്കാൻ വേണ്ടി, വേദപുസ്തകത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി പല പുസ്തകങ്ങളും അതോടനുബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സത്യവചനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. നിന്റെ പാപത്തിന്റെ ഉറവുകൾ, നിന്റെ പാപത്തിന്റെ, നിന്റെ മാലിന്യത്തിന്റെ പരിഹാരത്തിന് യേശുവിന്റെ രക്തത്തിലേക്ക് നീ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്ന സംഗീതത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നായ്ക്കളിനെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് ദാവീദ് പ്രവചനത്തിന്റെ ആത്മാവിൽ 22-ാം സംഗീതം രേഖപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം, നായ്ക്കൾ എന്നൊരു ജാതികൾ യേശുവിനെ വളഞ്ഞു. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൂട്ടം യേശുവിനെ ചുറ്റി. അന്ന് അല്ലെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ദാവീദ് പ്രവചനത്തിന്റെ ആത്മാവിൽ എഴുതിയതാണെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ അല്ല ഈ വചനം യാഥാർത്ഥ്യമായത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലാണ് ഈ വചനം നിറവേറിയത്. രക്തജയം. അവിടെ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ ജനിക്കുന്നതിന്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന്, അമ്മയുടെ ഉദരം പിണ്ടാകാരമാകുന്നതിന് മുമ്പേ നീ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ നിന്നെ കുറിച്ചുള്ളതെല്ലാം ദൈവം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ തന്നെ അവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നതാണ് നമ്മൾ 139 സംഗീതനൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അത് പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു മാത്രം, പാപിയുടെ രക്ഷകൻ യേശു മാത്രം. യേശു പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. യേശു പാപത്തെ വെറുക്കുന്നു. എന്നാൽ പാപി യേശു സ്നേഹിക്കുന്ന ഏത് പാപിക്കും ഹല്ലേലൂയ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരാം. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും പാപികളാണ്. ചിലർ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞ് അടിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിൽ 800 കോടിയിലധികം ജനമുണ്ടെന്ന്. 800 കോടിയിലധികം ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തതുകൊണ്ട് ഈ സകല മനുഷ്യനും പാപികളാണ്. എന്നാൽ ചിലരൊക്കെ വിശുദ്ധന്മാരാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് വെറുതെ പറയുന്നതാ. മനുഷ്യൻ പാപികളാ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയവരാ. റോമാലേഖനം 3:10 14 സംഗീതത്തിനും 53 സംഗീതത്തിനും വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ സത്യത്തിന്റെ വചനം. അതെ, നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. സമാധാനമില്ലാതെ കടന്നു പോകുന്ന ശ്രോതാവി, നിനക്ക് സമാധാനം യേശു തരാൻ ആഗ്രഹിക്കുക. നാളുകളായി നീ പറഞ്ഞു എന്റെ കുടുംബത്തിനുവേണ്ടി ആരും കൂടോത്രം ചെയ്ത് മന്ത്രവാദം ചെയ്തെന്നൊക്കെ പറയാറില്ലേ? ആരും ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കും, ഞങ്ങൾക്ക് ഭയങ്കര പോരാട്ടമെന്ന് നിങ്ങൾ പറയാറല്ലേ? അതെ, നിനക്കങ്ങനെ പോരുകളുടെ പോരാട്ടമൊക്കെ നിന്റെ കുടുംബത്തിനുള്ള ശത്രുവിന്റെ വെല്ലുവിളിയൊക്കെ ഉണ്ട്. പക്ഷേ അത് നിന്റെ ജീവിതം കൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെച്ചിരിക്കുന്ന പാപവും മാലിന്യവും നിന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ പെരുകി കഴിയുമ്പോൾ നിനക്ക് നാനാവശത്ത് പോരാട്ടം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനെ നീക്കുവാൻ നീ തന്നെ ശ്രമിക്കണം.
Praise the Lord. നിന്റെ ജീവിതത്തിലെ അവൻ തകർന്ന അനുഭവത്തെ, തകർച്ചയുടെ അനുഭവത്തെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ ശുദ്ധീകരണത്തിന്, ജീവിതത്തിലെ ശുദ്ധീകരണത്തിന്റെ, തലമുറയുടെ ശുദ്ധീകരണത്തിന് നീ തന്നെ നിന്റെ ജീവിതത്തിലെയും നിന്റെ കുടുംബത്തിന്റെയും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം നീ വരുത്തണം. നീ ചെയ്തു വെച്ചതിന്റെ പാപം, നീ ചെയ്തു വെച്ചതിന്റെ മാലിന്യം നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഏരിയ ആമീൻ. പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ തലമുറ വരെ സന്ദർശിക്കുമെന്ന് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആമീൻ, മാതാപിതാക്കൾ ചെയ്തു വെച്ച പാപം മാലിന്യം തലമുറയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തം ചെയ്യും. പിന്നെ അയൽവക്കത്തെ വീട്ടിലെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ. പലരും തങ്ങളുടെ മക്കൾ നശിക്കുമ്പോൾ തങ്ങളുടെ മക്കൾ പിഴച്ചു പോകുമ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചാണ് നീ, അടുത്ത വീട്ടിലെ ചെക്കനാ, അല്ലേ എന്റെ മോനെ പിഴപ്പിച്ചത്, എന്റെ സഹോദര നിന്റെ മോനെ പിഴപ്പിച്ചത് അടുത്ത വീട്ടിലെ കൊച്ചിനും ഒന്നും അല്ല. നിന്റെ മകനെ നീ പിഴപ്പിച്ച്, നിന്റെ മകൻ പിഴച്ചത് നിന്റെ ജീവിതം കൊണ്ടാ. നീ കാണിച്ചത്, നീ ചെയ്തത് കണ്ടാ നിന്റെ മക്കൾ പഠിക്കുന്നത്, നിന്റെ വീട്ടിൽ നിന്ന് അവർ പഠിക്കുന്നത്. നിന്റെ ഭവനത്തിനകത്ത് പാപത്തിന്റെയും മാലിന്യത്തിന്റെയും അല്ലെങ്കിൽ അശുദ്ധിയുടെയും അനുഭവം നിൽക്കുമ്പോൾ അത് കണ്ട് വളരുന്ന കുട്ടി അവൻ വളർന്നു വരുമ്പോൾ അവനും അതേ പാതയിലേക്ക് പോകും. എന്നാൽ അതിന്റെ ശുദ്ധീകരണം ആദ്യം നീ ശുദ്ധീകരിക്കപ്പെടണം. നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ മാലിന്യത്തിന്റെ അശുദ്ധിയെയും നീ ആത്മാവിനെ നീക്കിക്കളഞ്ഞിട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. രക്തം ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിനക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. എന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? എന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? ഒരു നേരത്തെ ആഹാരം സ്വസ്ഥമായിട്ട് ഇന്ന് കഴിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ കിടക്കയിൽ നിനക്ക് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ? നിന്റെ അധ്വാനം നിന്റെ കയ്യിലുണ്ടോ? അതെല്ലാം ഓട്ടസഞ്ചിയിലേക്ക് ഇടുന്നത് പോലെയല്ലേ? നിന്റെ ശരീരത്തിൽ സൗഖ്യമുണ്ടോ? നീ രോഗിയല്ലേ? ഹല്ലേലൂയ. നിന്റെ മക്കൾക്ക് സമാധാനമുണ്ടോ? മക്കൾക്ക് വിവിധ പോരാട്ടങ്ങളല്ലേ? കിട്ടുന്നത് മുഴുവൻ ആമിച്ഛികമായി കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? നിന്റെ കുടുംബത്തിന്റെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും അശുദ്ധിയുടെയും അനുഭവം നിന്റെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ നീ ചെയ്യുന്നതെല്ലാം തകർന്ന് ഒന്നും പ്രയോജനപ്പെടാതെ പോകും. എന്നാൽ അതിന് പരിഹാരം യേശുവിടെ വരുത്തിയാൽ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് അനേകർ തങ്ങളുടെ കരങ്ങളെ ജ്യോത്സ്യന്മാരിലേക്ക് കാണിച്ചു കൊടുക്കും. അനേകർ തങ്ങളുടെ കരങ്ങളെ ജ്യോത്സ്യന്മാരൊരിക്കലും, മന്ത്രവാദികളൊരിക്കലും, കൈനോട്ടക്കാരുടെ ഇരിക്കലും ഒക്കെ കാണിച്ചു കൊടുക്കും. പലരും തങ്ങളുടെ കൈകളെ ഈ ഭക്ഷ്യശാസ്ത്രക്കാരിലേക്ക് തത്തങ്ങട്ടിരിക്കുന്നവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. പലരും പറഞ്ഞ് നിന്റെ കൈയൊന്ന് കാണിക്കുക, നിന്റെ കൈ ഒന്ന് കാണിക്കുക, നിന്റെ ഭാവി ലക്ഷണത്തെ കുറിച്ച് പറയാം, നിങ്ങളുടെ അലരിയ സ്തോത്രം, നിങ്ങളുടെ അലരിയ പറയാം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ പറയാമെന്നൊക്കെ പറയും. പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, എന്റെ സാറേ കയ്യിൽ കാണിക്ക്, സാറിനോട് ഇരിക്ക്, ഞാൻ സാറിന്റെ ഭാഗ്യ നമ്പർ പറയാം. ഞാൻ അവരോട് ചോദിച്ചു, എന്റെ ഭാഗ്യ നമ്പർ പറയുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, എന്റെ മുഖലക്ഷണവും എന്റെ ഭാവി കാലത്തെ കുറിച്ച് പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തത്തയും കൊണ്ട് നീ വോട്ടിലിരിക്കേണ്ടി വരുമോ? നിങ്ങൾ ഇന്ന് ഈ അനേകരുടെ കൈ നോട്ടി അത് നോക്കി മുഖലക്ഷണം പറയേണ്ടി വരുമോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിയില്ല, നിങ്ങളുടെ ലക്ഷണത്തെക്കുറിച്ചല്ല, പിന്നെ നിങ്ങൾ മറ്റൊരാളുടെ ലക്ഷണം എങ്ങനെ പറയും? എന്റെ ഭാവി നമ്പര്, എന്റെ അനുഗ്രഹത്തിന്റെ നമ്പര്, ഭാഗ്യ നമ്പര് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ ഇന്ന് പലരും അതിലാ കെട്ടപ്പെട്ട് കിടക്കുന്നേ. അല്ലേരിയ. മനുഷ്യനോട് ഇങ്ങനെ എവിടെയാണ് ഭാഗ്യം? ആരോട് ചോദിച്ചാൽ കേട്ടു, ആരുടെ മുമ്പിൽ ചെറുപ്പായി കേട്ടു. അതിനുവേണ്ടി മനുഷ്യൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ടൊന്നും നിന്റെ ജീവിതത്തിന്റെ പാപത്തിനും മാലിന്യത്തിനും പരിഹാരം വരുത്തുവാനും നിനക്ക് ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാനും കഴിയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ആദ്യന്റെ പാപം ഏറ്റു പറയണം. നിന്റെ പാപം ഏറ്റു പറയുന്നത് ഒരു പുരോഹിതനോടല്ല. നിന്റെ പാപം ഏറ്റു പറയുന്നത് ഒരു മതപുരോഹിതനോടല്ല. ഒരു മതത്തിന്റെ പുരോഹിതൻ എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച മനുഷ്യന്, ആ മനുഷ്യൻ പാപിയാണ്. അല്ലേരിയ. അപ്പൊ നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ മതപുരോഹിതനോടോ, ഒരു രാഷ്ട്രീയ നേതാവിനോടോ, ഒരു സാമൂഹ്യ സംസ്കാര ചരിത്ര മാധ്യമ മീഡിയ നിൽക്കുന്നവരോ, ഉറ്റവരോട് നിന്റെ ചങ്കിനോടോ ഒന്നും അല്ല നിന്റെ പാപം ഏറ്റുപറയേണ്ടത്. അല്ലേലൂയ. നിന്റെ പാപം ഏറ്റുപറയേണ്ട യേശുവിനോടാ. യേശു ക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യന്റെ പാപത്തിന്റെ ശുദ്ധീകരണമാണ് യേശു ക്രിസ്തുവിൽ മാത്രം. അല്ലാതെ നമ്മൾ മത നേതാക്കന്മാരോടും മതപുരോഹിതന്മാരോടും ഒന്നും പാപം ഏറ്റു പറഞ്ഞത് കൊണ്ട് പരിഹാരമില്ല.
ഞാൻ പലരോട് സുവിശേഷം പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോടല്ല പാപം ഏറ്റു പറയണത്. എന്നോട് പാപം ഏറ്റു പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ പാപത്തെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുണ്ട്, അല്ലേ? ഞാനൊരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക, ഒരാളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുക. ഞാൻ വെളിപ്പെടുത്തുന്ന, ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആ വ്യക്തിയുടെ പേര് യേശു. ആ യേശുവിന് നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയും. അതുകൊണ്ട് നിന്റെ പാപം നീ യേശുവിനോട് ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലർക്കും പലരുടെയും പാപം ആരോട് പറയണമെന്നറിയാതെ ഇന്ന് വലിയ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നല്ല ജീവിതം കിട്ടുമോ, നല്ല കാലം കിട്ടുമോ, നല്ല ജോലി കിട്ടുമോ, നല്ല ഭാവി കിട്ടുമോ, മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമോ, നല്ല വിവാഹം നടക്കുമോ, നല്ല വീട് കിട്ടുമോ, നല്ല വാഹനം വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ വിദേശത്ത് കടന്നു പോകാൻ പറ്റുമോ, അങ്ങനെ വിവിധ ചിന്തകൾക്കാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭാവികാലം പറഞ്ഞാൽ മതി, അതിനുവേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് വേണമെങ്കിലും മുടക്കും. ഹല്ലേലൂയ എന്നെല്ലാം മനുഷ്യൻ അന്വേഷിച്ച് നടക്കുക. എന്നാൽ ഏത് കരത്തിലാണ് പാപത്തിന്റെ കറകൾ പതിഞ്ഞിരിക്കുന്നതോ അവരുടെ ഭാവി പാതാളവും അഗ്നിയും കടലുമായിരിക്കും. ഏതെല്ലാം കരത്തിൽ പാപത്തിന്റെ മാലിന്യമുണ്ടോ, പാപത്തിന്റെ കറകൾ ആരുടെ എല്ലാം കരത്തിലുണ്ടോ, അവരുടെ എല്ലാം അവസാനം എന്ന് പറയുന്നത്, അവരുടെ ഭാവി എന്ന് പറയുന്ന പാതാളവും അഗ്നിക്കടലുമാകുന്നു. എന്നാൽ ഏത് കരങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നുവോ, ശുദ്ധീകരിക്കപ്പെടുന്നുവോ, അവൻ ഭാഗ്യവാനായി മാറും. അല്ലേ? അപ്പം പാപം ഉള്ള കരം, ഈ കൈക്കൂലി വാങ്ങുന്ന അധികാരികളുടെ കറപുരണ്ട കരമാണ്. ഈ കൊള്ള പലിശ വാങ്ങുന്നവരുടെ കരം കറപുരണ്ട കരങ്ങളാ. ബ്ലേഡുകാരുടെ കരം കറപുരണ്ട കരമാ. പിടിച്ചുപറിക്കാരുടെ മോഷ്ടാക്കളുടെ കരമൊക്കെ കറപുരണ്ട. അതുപോലെ തന്നെ മദ്യപാനികളുടെ വ്യഭിചാരികളുടെ കരമൊക്കെ കറപുരണ്ട കരങ്ങളാ. ആ കറപുരണ്ട കരങ്ങളുമായിട്ടുള്ളവരുടെ അവസാനം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, നരകം, പാതാളം, അഗ്നി, അല്ലെ അഗ്നി കത്തുന്ന, അഗ്നിയും ഗന്ധവും കത്തുന്ന ആമേലരിയ തീപ്പൊയ്യ. എന്നാൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ പാപം ചെയ്ത് നിങ്ങളുടെ കരത്തിൽ പാപത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ആ പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ ആ പാപത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന യേശുവിന്റെ അരങ്ങിലേക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട്, കർത്താവേ, ആ ക്രൂശിൽ ഒഴുകിയ ആ ക്രൂശിലെ ഉറവിൽ നിന്ന് ഒഴുകിയിറങ്ങി അങ്ങയുടെ രക്തമുണ്ട് എൻ്റെ കൈകളിലെ, എൻ്റെ ശരീരത്തിലെ, എൻ്റെ മനസ്സിലെ, എൻ്റെ നിരൂപണത്തിലെ, ചിന്തയിലെ, എൻ്റെ നോട്ടത്തിലെ, കേൾവിയിലെ, എൻ്റെ ജീവിതത്തിൽ ആകമാനമുള്ള എല്ലാ പാപത്തിന്റെ കറകളെയും യേശുവെ കഴുകിത്തരണം, കഴുകി വെടിപ്പാക്കണം, ശുദ്ധീകരിക്കണമെന്ന് അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, സ്തോത്രം, നീ യേശുവിനോട് പറയുന്നെങ്കിൽ, കരുണയുള്ള പിതാവ്, മനസ്സലിയുള്ള പിതാവ് നിന്റെ പാപത്തെ ശുദ്ധീകരിക്കും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരാണ് ഭാഗ്യവാൻ? ലേലിയ. ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് വലിയ ചിന്തയാകും. ചിലർ പറയുന്നത് ലോട്ടറി അടിക്കുന്നവരാ ഭാഗ്യവാൻ, ചിലർ പറയുന്നത് വിദേശത്ത് പോയവരാ ഭാഗ്യവാൻ, ചിലർ പറഞ്ഞ് നന്മ കിട്ടുന്നവരാ ഭാഗ്യവാൻ, അല്ലരിയ. ചിലർ പറഞ്ഞ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യവാനാണെന്ന്, അങ്ങനൊക്കെയാ പലരും പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ ആരാണെന്ന് ഈ ലോകത്തിന് തന്നെ അറിയത്തില്ല. അല്ലേറിയ, ലോകത്തിന് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ചിന്താമതിൽ കടന്നു പോകത്തില്ല. എന്നാൽ വേദപുസ്തകം പറയുന്ന ഭാഗ്യവാൻ ആരാണ്, യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ ആരാണ്? അതാണ് 32-ാം സംഗീതം 1-ാം വാക്യം പറയുന്നത്. അവിടെ ഇങ്ങനെ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? അല്ലെങ്കിൽ പാപം, അല്ലെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും, അല്ലെങ്കിൽ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. പാപിയായ മനുഷ്യ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സ്നേഹിത, നീ ഒരു പാപിയാണ്. നിന്റെ കരങ്ങൾ പാപത്തെ നിറയപ്പെട്ടതാണ്, നിന്റെ ജീവിതം പാപത്തെ നിറയപ്പെട്ട, മനസ്സ് പാപത്തെ നിറയപ്പെട്ടതാണ്. നീ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ, പാപങ്ങൾ, നിന്റെ ആത്മാവിലെ കാപട്യങ്ങൾ, അവ ഇന്ന് യേശുവിനോട് ഏറ്റുപറയണം. കർത്താവ് യേശുവിനോട് ഏറ്റുപറയുമ്പോഴാണ് ആ പാപത്തിൽ പരിഹാരം. ഈ സംഗീതത്തിന് എഴുതുന്നത് 32-ാം സംഗീതത്തിൽ എഴുതുന്നത് ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവം ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്തപ്പോൾ, പാപത്തിൽ വീണ് ദാവീദ് നിലവിളിച്ചപ്പോൾ, പാപത്തിന് പരിഹാരം നൽകുവാൻ യഹോവയായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ തോന്നിയപ്പോൾ, ദാവീദ് ദൈവമുമ്പാകെ നിലപാട് വീണ് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദാവീദിന്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ദൈവം കൊടുത്തു. ദാവീദിന് ഭാഗ്യവാനായി. ഹല്ലേലൂയ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാത്തൊരു മനുഷ്യനായി ദാവീദിനെ ദൈവം വേർതിരിച്ചപ്പോൾ ദാവീദ് പറയാണ്, ഞാനൊരു ഭാഗ്യവാനാണ്.
അതെ, നിന്റെ പാപം മറച്ചു കിട്ടുമ്പോഴാണ് നീ ഭാഗ്യവാനാകുന്നത് എന്ന് പറഞ്ഞ അല്ലേലൂയ സുവിശേഷപരമായ അനുഗ്രഹം ഗിരിപ്രഭാഷണം പോലെ അല്ലേലൂയ ഒരു ഭാഗ്യവർണ്ണനോടെ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1 വാക്യം വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികൾ ഇരിപ്പെടുത്തിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അല്ലേലൂയ നമുക്ക് അവിടെ കാണാൻ കഴിയും. 2 സംഘത്തിൽ വരും, 15 സംഘത്തിൽ വരും ഭാഗ്യവാന്മാരെ കുറിച്ച് കാണാൻ കഴിയും. 32 സംഘത്തിൽ വരും ഭാഗ്യവാനെ കുറിച്ച് കാണാൻ കഴിയും. അല്ലേലൂയ യേശുവിന്റെ ഗിരിപ്രഭാഷണം പഠിക്കണം, രക്തം ചെയ്യും. അവിടെയൊക്കെ ഭാഗ്യ പദവി ആർക്കാണെന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലേലൂയ ഇവിടെ വചനം പറയുന്നത് അല്ലേലൂയ ഇവിടെ അല്ലേലൂയ സ്തോത്രം ഭാഗ്യവാൻ എന്ന് പറയുന്നത് പരീശനല്ല ഭാഗ്യവാൻ, ചുങ്കക്കാരൻ. അല്ലേലൂയ ചുങ്കക്കാരനാണ് ഭാഗ്യവാനായി അവൻ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് വന്നു. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം വായിക്കണം, 18 അധ്യായം. ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. ചുങ്കക്കാരൻ മാറുന്നത് തന്നെ കുറിച്ചുള്ള പുകഴ്ചകൾ പറഞ്ഞപ്പം പരീശന് ചുങ്കക്കാരനോട് പ്രാർത്ഥിക്കാൻ വന്നു. പരീശൻ മാറുന്നത് തന്നെ കുറിച്ചുള്ള പുകഴ്ചകൾ പറഞ്ഞു. പരീശനാകട്ടോ, പരീശ തന്നെ കുറിച്ചുള്ള പുകഴ്ചകൾ പറഞ്ഞപ്പോൾ ഈ ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് പോലും നോക്കും തുനിയാതെ അല്ലെങ്കിൽ കർത്താവെ പാപിയായ മനുഷ്യനോട് ക്ഷമിക്കണമെന്ന് ചുങ്കക്കാരൻ പറഞ്ഞപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. ഞാൻ ആദ്യം പറഞ്ഞത് പരീശൻ വാക്ക് തെറ്റി, ഇവിടെ പറഞ്ഞ പരീശനും ചുങ്കക്കാരനും. പ്രൈസലോ. അപ്പൊ ഇവിടെ നീതീകരിക്കപ്പെട്ടവനായി മാറുമ്പോഴാണ് നീ ഭാഗ്യവാനായി മാറുന്നത്. നീതീകരണം കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. അതാണ് റോമലേഖനം 5:1 പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നിന്റെ പാപത്തിന്റെ മാലിന്യത്തിന് പരിഹാരത്തിനായി ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്ന് ഒഴുകിയിറങ്ങി ആ നീരുളവ ആ രക്തം കണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കുമ്പോൾ നിനക്ക് നീതീകരണം കിട്ടും, ശുദ്ധീകരണം കിട്ടും. അതുകൊണ്ടാണ് റോമലേഖനം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്ന പൗലോസ് റോമനോട് പറയുക, റോമസഭയോട് പറയുക, അത് എന്നെ കേൾക്കുന്ന മാതാപിതാവിൽ മടങ്ങി വാ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 24 സംഗീതം വായിക്കും, ഈ ഭാഗ്യവാനെ കുറിച്ച് കാണുന്നുണ്ട്. 24 സംഗീതം വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. വെടിപ്പുള്ള കൈ നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഹല്ലേലൂയ. ഇവിടെ എന്താണ് പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, ഈ ലോകത്തിന്റെ അകൃത്യങ്ങൾ കൂട്ടു നിൽക്കാത്തവൻ, ഈ ലോകത്തിന്റെ പാപസ്വങ്ങളിലേക്ക് പോകാത്തവൻ, അവൻ നീതീകരിക്കപ്പെട്ടവനായി ദൈവത്തിൽ കടന്നു വരുമ്പോൾ അവൻ ഭാഗ്യവാനായി മാറും, രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ പാപങ്ങൾ കഴുകുവാനായി നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുക. നിങ്ങളുടെ കരങ്ങളിൽ സ്തോത്രം പാപത്തിന്റെ കറകളുണ്ട്. പാപത്തിന്റെ കറകളെ നീക്കി നിന്റെ ശുദ്ധീകരിപ്പാൻ നീ യേശു ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നീ നോക്കുക. നിന്റെ പാപത്തെ ക്ഷമിച്ച് അവൻ നിന്റെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നവനാ. ഹല്ലേലൂയ. അവൻ നിന്റെ പാപത്തെ ക്ഷമിച്ച് ഉള്ളം കരങ്ങൾ വരച്ചിരിക്കുന്നുവെന്ന് നമ്മൾ യെശയ്യാ പുസ്തകം 49:16 കാണുന്നുണ്ട്. അപ്പം പാപത്തിന് പരിഹാരം വരുത്തി പാപശുദ്ധീകരണം പ്രാപിച്ചവരെ കർത്താവിന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ആ കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. അവിടെ രക്തത്തിന്റെ കുറവ് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കുന്ന ഇമ്മാനുവേലിന്റെ രക്തത്താൽ നിറഞ്ഞിരിക്കുന്ന ആ വലിയ ലാണിപ്പാടുള്ള ദ്വാരം, അതിലെ പിളർപ്പ്, സകല പാപങ്ങളെയും അതിനാൽ പരിഹരിക്കപ്പെടുവാൻ കഴിയും. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അല്ലെ നിന്റെ ജീവിതത്തിന് പാപപരിഹാരമുണ്ട്, രക്തം ചെയ്യും. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലേ ഒരു അനുഗ്രഹത്തിന്റെ സന്ദേശമല്ല, ഒരു വിടുതലിന്റെ സന്ദേശമല്ല. നിങ്ങളെ അമേരിക്കയിലേക്ക് വിടാമെന്ന്, ഗൾഫിലേക്ക് വിടാമെന്നൊന്നും അല്ല പറയുന്നത്. എന്നാൽ ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് നിനക്ക് ലഭ്യമാകണമെങ്കിൽ നിന്റെ പാപം പരിഹരിക്കപ്പെടണം. നിന്റെ പാപം പരിഹരിക്കപ്പെടുന്ന ക്രിസ്തുവിലൂടെ നീതീകരണം പ്രാപിക്കുമ്പോൾ, ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നിന്റെ തകർച്ചകൾ മാറും, നിന്റെ പ്രതിസന്ധികൾ മാറും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും, ദേശത്തിന് പോരാട്ടങ്ങൾ നിനക്ക് വിടുതലുണ്ട്. നീ യേശുവിടെ രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് പറയും, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് റോമാലേഖനം 5:20 വായിക്കുന്നുണ്ട്. ആ പാപം മുഴുവാനുള്ള, അത് കഴുകി ശുദ്ധീകരിക്കാനുള്ള കൃപ യേശു ക്രിസ്തുവിന്റെ മുറിവുകളിലൂടെ, ആ രക്തത്തിന്റെ ഉറവിലൂടെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7-ാം വാക്യം പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ അവനെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
നിന്റെ കുടുംബത്തിന് ശാപമാണ് നീ യേശുവിനോട് പറ. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നീ യേശുവിനോട് പറ. ഇന്ന് നീ പാപത്തിലല്ലേ വസിക്കുന്നത്? ഇന്നും നിന്റെ ജീവിതത്തിൽ പാപമല്ലേ? നീ ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങൾ, ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ, ഹല്ലേലൂയ, മറ്റുള്ളവരോടും നിന്നോടും നിന്റെ കുടുംബത്തോടും ചെയ്തു വെച്ച നിന്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, നിന്റെ സഭയോട്, ഇടയനോട് നീ ചെയ്തു വെച്ച കൂടും ക്രൂരതയുടെ അനുഭവങ്ങൾ നീ നിന്റെ തലമുറയെ അനുഭവിക്കും. ഹല്ലേലൂയ. അതിൽ നിനക്കൊരു മോചനം വേണമെങ്കിൽ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി കൈകാലുകളാൽ തുളയ്ക്കപ്പെട്ട് കാര്യം പണിയാൽ തറയ്ക്കപ്പെട്ട മുൾക്കിരിയുടെ ധാരിയാൽ വിലാപ്പുറം കുത്തി തുറന്ന യേശു ക്രിസ്തുവിലേക്ക് നീ നോക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ സമാധാനം ദൈവം തരും. അതുകൊണ്ടാണ് പ്രവാചകൻ എഴുതി വെച്ചത്, സക്രിയപുത്രൻ എഴുതി വെച്ചത്, അന്നാളിൽ ദാവീദ് യെരൂശലേംവാസികളുടെയും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അത് ക്രൂശിൽ നിനക്ക് വേണ്ടി ആ ഉറവ് തുറന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. തന്റെ ശരീരത്തിലുള്ള കുഷ്ഠസൗഖ്യമാകാൻ വേണ്ടി നയമാൻ യോർദാൻ നദിയിലേക്ക് ചെന്ന് 7 പ്രാവശ്യം മുങ്ങി. ഒരുപക്ഷെ യോർദാൻ നദി വറ്റിപ്പോയേക്കാം, എന്നാൽ കാൽവറിയിലെ കരുണ വറ്റിപ്പോകില്ല കേട്ടോ. നയമാന്റെ കുഷ്ഠം മാറാൻ വേണ്ടി നയമാൻ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി, പ്രവാചകന്റെ വാക്ക് കേട്ട്. എന്നാൽ ആ യോർദാൻ നദി പോലും വറ്റിപ്പോയാലും കർത്താവായ യേശു കാൽവറിയിൽ ഒഴുകപ്പെട്ട, ക്രൂശിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തത്തിന്റെ ഉറവ ഒരു കാലത്തും പറ്റുകയില്ല. സഹോദരം, ആ കർത്താവിന്റെ രക്തത്താൽ നിന്നെ കഴി വെടിപ്പാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. മടങ്ങി വരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ. ദൈവം നിന്നെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ന്യായപ്രമാണ പ്രകാരം ഏകദേശ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന് ഇബ്രാഹിം ലേഖനം 9:22 വായിക്കുന്നുണ്ട്. അത് യേശുവിന്റെ രക്തത്തോടെ മാത്രമേ മോചനമുള്ളൂ. പ്രവേശനോ. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് വേണ്ടി യേശുവിനെ നോക്കുക. നിന്റെ പാപത്തിന് ശുദ്ധീകരണം നൽകുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ത്യക്ക് 2025 വർഷം മുമ്പ്, നിന്റെ ജനനത്തിന് മുമ്പേ അവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറി. ഇന്നുപോലെ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നിന്നെ കഴി വെടിപ്പാക്കി ശുദ്ധീകരിക്കും. കണ്ണുകളടച്ചിട്ട് പരിശുദ്ധങ്ങളും വളരെയധികം സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലും കോടി ജനം ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തയിലും വൃത്തരാശനയാചകർ, ഓർഫനേജ്, ഓട്ടം തടവറയിലായിരിക്കുന്ന ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധ ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന സകല ജനത്തെ നിങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ കറകൾ കൊണ്ട് ഉരണ്ട പാപത്തിന്റെ മാലിന്യത്തിലെ ആത്മാവിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ പാപപരിഹാരം നൽകുവാൻ കഴിയുന്നുള്ള ആ ഉറപ്പിന്മേൽ ജനം കടന്നു വന്ന് 2025 വർഷം മുമ്പ് കാൽവറിയിൽ മാനവകുലത്തിന്റെ സകല മാനവ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ ഒഴുകപ്പെട്ട രക്തത്താൽ ഈ ജനശുദ്ധീകരണം പ്രാപിച്ച കർത്താവേ, നിത്യതയുടെ അനുഭവത്തിൽ പ്രവേശിപ്പാൻ, നീതികരണ ശുദ്ധീകരണം പ്രാപിപ്പാൻ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കേണ്ടനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനത്തോട് ഇടപെടണമേ, ജനത്തോട് കർത്താവ് സംസാരിക്കണമേ, പാപത്തിന് പരിഹാരം തന്നെ ശുദ്ധീകരണം കൊടുക്കണമേ. കർത്താവ് ഈ പാപത്തിന്റെയും മാലിന്യത്തിന്റെ ആത്മാവിനെ നീക്കി ഈ ജനത്തിന്റെ കുടുംബ സമാധാന തലമുറകൾ മദ്യത്തിൽ മയക്കുവിന്റെ ലഹരിക്ക് അടിപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സകല കുടുംബങ്ങൾ ഒരുപോലെ പാപത്തിന്റെ ശാപത്തിന് ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ, കർത്താവ് സകല ജനങ്ങളും കുടുംബങ്ങളും വിരിവിക്കപ്പെട്ട് മടങ്ങി വന്ന കർത്താവ് യേശു ആത്മരക്ഷനായി പണ്ടയാകണമേ. ദൈവസഭ, ദൈവമക്കൾ, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കായി ലോകമ്പാടുള്ള ജനത്തെ ഓർക്കും, വിദേശ രാജ്യങ്ങളായി കഷ്ടം സഹിക്കുന്ന, ഒപ്പരപ്പെടുന്ന, ഭാരപ്പെടുന്നവർ, കർത്താവ് സുവിശേഷം മുഖാൻ ജയിലിൽ കിടക്കുന്ന അനവധി ദൈവമക്കൾ, ദൈവദാസ ക്രൈസ്തവ മിഷന്മാർ, കന്യാസ്ത്രീ അടക്കമുള്ളവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും മോചനം കൊടുക്കണമേ. പാപത്തിന്റെ കറവുരണ്ട, മാലിന്യത്തിന്റെ കറവുണ്ട ഭരണ സംവിധാനങ്ങൾക്ക് ഒരു മാറ്റം വരുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഭരണ സംവിധാനങ്ങളിൽ ദൈവത്തിന്റെ നീതിയുടെ കരം പ്രവർത്തിക്കാൻ രാജ്യരാഷ്ട്ര തലവന്മാരെ സന്ദർശിക്കണമേ, മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. സകല ജനത്തെ അനുകരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.